സഹോദരങ്ങളെ, മുസ്ലിം ഉമ്മത്ത് പ്രത്യേകിച്ച് മലബാർ ഏരിയയിൽ, അതിനൊന്നുകൂടി ചുരുക്കുകയാണെങ്കിൽ നമ്മുടെ ജില്ലയാകുന്ന മലപ്പുറം ജില്ല പോലെയുള്ള ജില്ലകളിൽ നമ്മുടെ യുവാക്കൾ ഒരു ഫുട്ബോളിന്റെ അതല്ലെങ്കിൽ വിനോദത്തിന്റെ ഒരു പ്രത്യേകമായ ആവേശത്തിലാണ്. ഇസ്ലാം അനുവദിച്ച ഒരു വിനോദത്തിൽ നമുക്ക് ഏർപ്പെടാം, അതിലൊന്നും പ്രശ്നമില്ല. ഒരു ചെറിയ സമയം നമുക്ക് സന്തോഷിക്കാൻ, കളിക്കാം, കളി കാണാം, അതിലൊന്നും പ്രശ്നമില്ല. അതിരുകടക്കുന്നുണ്ടോ എന്നൊരു ആത്മപരിശോധന മുസ്ലിം ഉമ്മത്ത് പ്രത്യേകിച്ച് നടത്തണം. ലോകകപ്പ് ഫുട്ബോളുമായി ബന്ധപ്പെട്ട് ലോകത്തിൽ ഏറ്റവും വലിയ ഫ്ലെക്സ് സ്ഥാപിച്ചിട്ടുള്ളത് മലപ്പുറം ജില്ലയിലാണ്. ലോകത്ത് ചാനലുകളിൽ വാർത്ത വരുന്നുണ്ട്. ചില ആളുകൾ ചില ടീമിന്റെ ഫാനുകളാണ്. അതുകൊണ്ട് ഞാൻ ടീമിന്റെ പേരൊന്നും പറയുന്നില്ല. ഒരു ടീമിന്റെ മലപ്പുറം ജില്ലയിലെ അത് ചാനലിൽ കാണിക്കുന്ന ആളുകളും പേരുകളും ഒക്കെ മുസ്ലിം ഉമ്മത്തിൽപ്പെട്ടവരാണ്. അവിടെയൊന്നും നമുക്ക് ക്രൈസ്തവരെ കാണാനില്ല. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്, മറ്റു മതവിഭാഗത്തിൽപ്പെട്ടവർ വളരെ കുറവാണ്. ഞാൻ യാത്രക്കിടയിൽ ഒരു ക്രൈസ്തവ സഹോദരനുമായി ഈ വിഷയം ഇങ്ങനെ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞങ്ങളാ കാര്യത്തിനൊന്നും വെറുതെ പൈസ കളയില്ല, സത്യത്തിൽ കളിക്കാരൊക്കെ ഞങ്ങളെ ആൾക്കാരാണ്. അദ്ദേഹം പറഞ്ഞ അതേ വാക്ക് ഞാൻ ആവർത്തിക്കുകയാണ്. സത്യത്തിൽ കളിക്കാരൊക്കെ ഞങ്ങളെ മതവിഭാഗത്തിൽപ്പെട്ടവരാണ്. നിങ്ങൾ ഈ സ്ഥാപിക്കുന്ന ഫ്ലെക്സിലെ കളിക്കാരൊക്കെ നമ്മളവിടെ മതവും ജാതിയും ഒന്നും നോക്കിയിട്ടല്ല ഈ കാര്യം പറയുന്നത്. അദ്ദേഹം പറഞ്ഞ വാക്കാണ്. അതിന് മലപ്പുറം ജില്ലയിൽ ഒരു ടീം 450 അടി നീളമുള്ള ഫ്ലെക്സ് സ്ഥാപിച്ചു. 450 അടി. അപ്പോ കുറെ മുസ്ലിം ചെറുപ്പക്കാർ അന്ന് തന്നെ മീറ്റിംഗ്, എന്നാ വിട്ടുകൊടുത്താൽ ശരിയാവില്ല എന്ന്. അങ്ങനെ 550 അടി റോഡിന്റെ മറുഭാഗത്ത് മറ്റേ ടീം സ്ഥാപിച്ചു. ചാനൽ പറയാണ്, ലക്ഷങ്ങളാണ് രണ്ട് ടീമും ഇതിനു വേണ്ടി പൊട്ടിച്ചു തീർത്തത്. ഗൾഫൊക്കെ വിളിക്കുകയാണ്, വിട്ടുകൊടുക്കാൻ പറ്റൂല, നമ്മൾ ഫ്ലെക്സ് സ്ഥാപിക്കുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ക്യാഷ് അയച്ചു തരണമെന്ന്. അങ്ങനെ എല്ലാവരും 1000, 2000, 3000, 10,000 ഒക്കെ അയക്കാണ്. ഒരാളെ സംബന്ധിച്ചിടത്തോളം പോയിട്ടുള്ളത് 5000, 10,000 ഒക്കെ ആയിരിക്കും. പക്ഷെ അവിടെ കുഴിച്ചു മൂടുന്നത് ലക്ഷങ്ങളാണ്. അതേ ആവേശം ഒരു നന്മയുടെ ചാരിറ്റിക്കുണ്ടോ എന്ന ചോദ്യം ഇവിടെ ബാക്കിയാ വീണ്. ഈ കാര്യം പറയുമ്പോൾ ചില ആളുകൾ പറയുന്നത്, മുസ്ലിം വീടുകളിലൊക്കെ, നിങ്ങൾ ഈ പള്ളിയിൽ നിന്നൊക്കെ ഇതിനെ എതിർക്കുമ്പോൾ മുസ്ലിം വീടുകളിലൊക്കെ കല്യാണത്തിന്റെ ധൂർത്ത് നടക്കുന്നുണ്ടല്ലോ. ഉണ്ട്. അതാരെങ്കിലും മിണ്ടാതിരിക്കണോ? മിണ്ടാതിരിക്കരുത്, മിണ്ടണം, സംസാരിക്കണം, പറയണം. അതിലൊന്നും തർക്കില്ല. ആവശ്യമില്ലാത്ത ഡെക്കറേറ്റ് നടത്തിയ കല്യാണ ലെറ്ററുകൾ, ഒരു ലെറ്ററിന് 100, 150, 200 രൂപ ചെലവഴിച്ച് ആയിരക്കണക്കിന് ലെറ്ററുകൾ തയ്യാറാക്കുന്ന ആളുകളുണ്ട്. അതൊന്നും നാം കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല എന്ന് നടിക്കാനല്ല ഇത് പറയുന്നത്. ഇവിടൊക്കെ ഒരു മുസ്ലിം ഉമ്മ എന്ന നിലയ്ക്ക് പ്രിയപ്പെട്ടവരെ നമുക്കൊക്കെ ചില ചിന്തകളും ആലോചനകളും ഉണ്ടാവേണ്ടതുണ്ട്. നമ്മുടെ ഇൽമിന്റെയും ഉഖ്റവിയായ ബോധത്തിന്റെയും കുറവാണ് സത്യത്തിൽ ഈ വിഷയത്തിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു മല ഇടിഞ്ഞ് ആ നാട്ടിലെ ആളുകൾ അപകടത്തിൽപ്പെട്ടപ്പോൾ അവിടെ മുസ്ലിം ഉമ്മത്ത് മുന്നിലുണ്ട്. അൽഹംദുലില്ലാഹ്. പ്രളയമുണ്ടായപ്പോ അവിടെ മുസ്ലിം ഉമ്മത്ത് മുന്നിലുണ്ട്. എന്നതുകൊണ്ട് നാം ഏതെങ്കിലും ഒരു തിന്മയ്ക്കു വേണ്ടി സമയവും പണവും ചെലവഴിക്കുമ്പോൾ മിണ്ടാതിരിക്കണമെന്ന് പറയുന്നത് ശരിയല്ല എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം. നന്മയിലേക്കാണ് നമ്മുടെ ആരോഗ്യവും നമ്മുടെ സമയമൊക്കെ പ്രിയപ്പെട്ടവരെ നാം മാറ്റിവെക്കേണ്ടത്. പ്രവാചകൻ മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു ഹദീസിന്റെ വചനം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഈ വിഷയങ്ങളൊക്കെ പറയുമ്പോ ഇങ്ങനെ തട്ടിക്കളിക്കുന്നുണ്ട്. നിഅമതാനി മഖ്ബൂനുൻ ഫീഹിമാ കസീറുൻ മിനൻ നാസ്. രണ്ട് അനുഗ്രഹങ്ങളിൽ അധിക മനുഷ്യരും അശ്രദ്ധരാണ്. ഒന്നെന്താ? അസ്സിഹ,
ഒന്ന് ആരോഗ്യമുണ്ട്, രണ്ടാമത്തെ വൽ ഫറാഖ്, ഒഴിവ് സമയമാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ ഉണർത്തിയ കാര്യമാണ്. അതുകൊണ്ട് ഈ ബോധം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ചില കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ച് മനസ്സിലാക്കുക എന്നുള്ളത് അതൊരു വലിയ ഇൽമാണ്. ചില വിഷയങ്ങൾ പഠിച്ച് മനസ്സിലാക്കുക എന്നുള്ളത് വലിയ ഇൽമാണ്. എന്നിട്ട് അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ആളുകളെ ക്ഷണിക്കുക എന്ന ദഅവത്ത് നിർവഹിക്കുക എന്നത് വലിയ ബാധ്യതയാണ്. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി ഒരിക്കൽ പറഞ്ഞു, ലാ യസ്ലുഹു ആഖിറു ഹാദിഹിൽ ഉമ്മ ഇല്ലാ ബിമാ സ്വലഹ ബിഹി അവ്വലുഹാ. മനോഹരമായ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വാക്കാണിത്. എന്താ പറഞ്ഞത്? ലാ യസ്ലുഹു ആഖിറു ഹാദിഹിൽ ഉമ്മ ഇല്ലാ ബിമാ സ്വലഹ ബിഹി അവ്വലുഹാ. അവസാന തലമുറയെ, ആദ്യത്തെ തലമുറയെ നന്നാക്കിയത് എന്തുകൊണ്ടാണോ അതുകൊണ്ടല്ലാതെ ഇനി വരാനിരിക്കുന്ന തലമുറയെ നന്നാക്കാൻ പറ്റുമെന്ന് നിങ്ങൾ വിചാരിച്ചു പോകരുത്. ചെപ്പടി വിദ്യകളൊന്നും നടക്കൂല. ആളുകളുടെ ഹൃദയത്തിലേക്ക് അള്ളാഹുവിന്റെ ഖുർആനും തിരുസുന്നത്തും, മരണമെന്ന ബോധം, ഖബർ എന്ന ബോധം, പരലോകമെന്ന ബോധം, ഇതല്ലാതെ കുറുക്ക് വഴികളൊന്നും ഇതിന്റെ പിന്നിലില്ല. കാലമൊക്കെ കുറെ പ്രോഗ്രസീവായി പുരോഗതി പ്രാപിച്ചിട്ടുണ്ട്. അതിനനുസരിച്ച് നമുക്ക് ദീനിനെയൊക്കെ ഒന്ന് മയപ്പെടുത്തി ദീനിനെയൊക്കെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ പറയാം. അല്ല, ആധുനികതയുടെ ചുവരെഴുത്തുകൾ നമ്മൾ വായിക്കണം. കുട്ടികളുടെ പുതിയ പൾസുകൾ നമ്മൾ അറിയണം. അതിലും തർക്കമില്ല. പക്ഷെ അവരെ ഖുർആനും സുന്നത്തും പഠിപ്പിക്കുകയല്ലാതെ, ദീൻ അവിടെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് ഇട്ടുകൊടുക്കുകയല്ലാതെ എന്താണ് ഞാനും നിങ്ങളും കാണുന്ന പോംവഴി? ഇവിടെ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ വാക്ക് വളരെ ശ്രദ്ധേയമായ വാക്കാണ്. എങ്ങനെയാണോ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വരുന്ന സമൂഹത്തിൽ ജാഹിലിയ ഉമ്മത്ത് എന്ന് പറയുന്ന ഉമ്മത്തിനെ, ഡാർക്കേജ് എന്ന് പറയുന്ന ഉമ്മത്തിനെ എങ്ങനെയാണോ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നന്നാക്കിയെടുത്തത്? കേവലം 23 വർഷക്കാലം കൊണ്ട്. എന്ത് ചെപ്പടി വിദ്യയാണ് അവിടെ ചെയ്തത്? ഒന്നും ചെയ്തിട്ടില്ല. അവിടെ ഒരുപാട് തിന്മകൾ നടക്കുന്നുണ്ട്. ആ തിന്മകളിൽ നിന്നൊക്കെ മനുഷ്യരെ രാജിവെപ്പിക്കാനും, ആ തിന്മകളിൽ നിന്നൊക്കെ ആ മനുഷ്യരെ അവിടുന്ന് വിട്ടുനിൽക്കുവാനും നന്മയിലേക്ക് ക്ഷണിക്കാനും അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയോഗിച്ചത് അള്ളാഹുവിന്റെ കലാം അവരുടെ മുമ്പിൽ ഓതിക്കൊടുത്തു, മനസ്സിലാക്കി കൊടുത്തു. അതിന്റെ വ്യാഖ്യാനമായ അള്ളാഹുവിന്റെ സമ്മതപ്രകാരമുള്ള ആ പ്രവാചകന്റെ തിരുവചനങ്ങൾ, നാം ഹദീസ് എന്ന് പറയുന്നത്, തിരുസുന്നത്ത് എന്ന് പറയുന്നത്, അവിടുത്തെ ദീനീപരമായ ജീവിതക്രമം എന്ന് പറയുന്നത് അവരെ ബോധ്യപ്പെടുത്തി. അതിലൂടെയല്ലേ മാറ്റമുണ്ടായത്? ആ മാറ്റമുണ്ടാവാൻ നമ്മുടെ ഹൃദയത്തിനുള്ളിലേക്ക് ഇൽമുണ്ടാവുക, ദീന് പ്രവേശിക്കുക എന്നത് തന്നെയാണ്. ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, അൽ ഇൽമു അഫ്ളലു മിനൽ മാൽ. ഇൽമ എന്നത് സമ്പത്തിനേക്കാൾ ഏറെ ശ്രേഷ്ഠകരമാണ് കേട്ടോ. എന്നിട്ട് അദ്ദേഹം പറയാ, ലിഅന്നൽ ഇൽമ യഹ്റുസുക. തീർച്ചയായും ഇൽമ എന്നത് നിന്നെ സംരക്ഷിക്കും. വഅൻത തഹ്റുസുൽ മാൽ. സമ്പാദ്യത്തെയും പണത്തെയും നീയാണ് സംരക്ഷിക്കേണ്ടത്. എന്താ പറഞ്ഞത്? പണത്തെയും സമ്പത്തിനെയും ഒക്കെ നീ സംരക്ഷിക്കണം. പക്ഷെ ഇൽമ എന്നത് നിന്നെ സുരക്ഷിതനാക്കും. അവിടേക്ക് പോയാൽ, ഇതിൽ ഞാൻ പങ്കെടുത്താൽ, ഇതിന് ഞാൻ സാക്ഷിയായാൽ, ഇത് ഞാൻ പറഞ്ഞാൽ, ഇത് കേട്ടുനിന്നാൽ, ഇത് കണ്ടുനിന്നാൽ, ഇതിന് മൂകസാക്ഷിയായാൽ, എനിക്കുണ്ടാകാവുന്ന വലിയ വിപത്തിനെ കുറിച്ച് എന്റെ ഹൃദയം എന്നോട് മന്ത്രിക്കണമെങ്കിൽ ആ വിപത്തിന്റെ ആഘാതത്തെക്കുറിച്ചുള്ള ബോധം എന്റെ ഹൃദയത്തിൽ ഉണ്ടാകണം. അതാ ഇൽമ. എന്താ പറഞ്ഞത്? ഒന്നുകൂടി ഞാൻ ആ പദം ആവർത്തിക്കുക. അൽ ഇൽമു അഫ്ളലു മിനൽ മാൽ. സമ്പത്തിനേക്കാൾ ശ്രേഷ്ഠമാണ് ഇൽമ. എന്താ കാരണം? ലിഅന്നൽ ഇൽമ യഹ്റുസുക. ഇൽമ എന്നത് നിന്നെ സുരക്ഷിതനാക്കും, സംരക്ഷിച്ചു നിർത്തും. എന്നാൽ വഅൻത തഹ്റുസുൽ മാൽ. സമ്പത്തിനെ നീയാണ് സംരക്ഷിക്കേണ്ടത്. പലപ്പോഴും സമ്പത്ത് കൂടിയാൽ പിന്നെ അതിന് സുരക്ഷിതത്വം കിട്ടാനുള്ള കാവലാണ് നമ്മൾ ഏർപ്പെടുത്തേണ്ടത്.
പക്ഷെ ഇൽമ വർദ്ധിക്കും തോറും ഒരു കാവൽ പട്ടാളവും നമ്മുടെ ചുറ്റും വേണ്ട. ആ ഇൽമ നമ്മെ സുരക്ഷിതനാക്കി നിർത്തും. ഈ ഒരു ബോധം മുസ്ലിം ഉമ്മത്തിനുണ്ടാകണമെന്ന് മഹാനായ ഇമാം അബു ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി എന്നെയും നിങ്ങളെയും ബോധ്യപ്പെടുത്തുകയാണ്. ഇവിടൊക്കെ കൃത്യമായി കാര്യങ്ങളെ പഠിക്കാനുള്ള ചിന്തനീയമായ വാക്കുകളാണ് മദ്ഹബിന്റെ ഇമാമുമാരായ ഈ പണ്ഡിതന്മാരൊക്കെ പറയുന്നത്. ഹസനുൽ ബസ്രി റഹിമഹുല്ലാ പറയാണ്, യബ്ന ആദം, ആദമിന്റെ പുത്ര, ഇന്നമാ അൻത അയ്യാമുൻ, നീ എന്നത് ഒരു ദിവസങ്ങൾ കൂട്ടിവെച്ച ഒന്നാണ്. ഫഇദാ ദഹബ യൗമുൻ ദഹബ ബഅലുക്. അൽ ഹസനുൽ ബസ്രി റഹിമഹുല്ലാ പറയാണ്, നീ എന്നത് ഓരോ മനുഷ്യനും ആലോചിക്കാൻ വേണ്ടി പറയാ. ശിഹാബെ, അബൂബക്കറെ, ഇസ്മായിലെ, മുഹമ്മദെ, ഫാത്തിമ, ഐഷ, നീ എന്നത് ചില ദിവസങ്ങൾ കൂട്ടിവെച്ചതാണ്. അതിൽ നിന്നൊരു ദിവസം കൊടിഞ്ഞു പോകുമ്പോ ഫഇദാ ദഹബ യൗമുൻ, ഒരു ദിവസം അതിൽ നിന്ന് നഷ്ടപ്പെടുമ്പോ ദഹബ ബഅലുക്, നിന്റെ ചില ഭാഗമാണ് നഷ്ടപ്പെട്ടത് എന്ന ഓർമ്മ നിനക്കുണ്ടാകണം. എന്തിനാ ഇങ്ങനെയൊക്കെ? ഈ മനുഷ്യന്റെ ആരോഗ്യത്തെക്കുറിച്ചും നമ്മളൊക്കെ ഇങ്ങനെ ഒരു മായാലോകത്താണ്. അതിന് ഞാൻ തുടക്കത്തിൽ അത് പറഞ്ഞത്. മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും ചെറുതും വലുതുമായ 1000-ലധികം ക്ലബ്ബുകളുണ്ട്. നിങ്ങൾ പഠിച്ചോ? 1000-ലധികം ചെറുതും വലുതുമായ ക്ലബ്ബുകളുണ്ട്. ഈ ലോകകപ്പിന് വേണ്ടി ഓരോ ക്ലബ്ബും ചെലവഴിച്ചത് മിനിമം 50,000 എന്നതാണ് കണക്കുകൾ വരുന്നത്. ഔദ്യോഗികമായി ചെലവഴിച്ചത്, അനൌദ്യോഗികമായി ചെലവഴിച്ചത്, ഒരു ക്ലബിന്റെ കീഴിൽ 4 ടീമുകളായി പിരിഞ്ഞ് അവർ ചെലവഴിക്കുന്നത് മിനിമം 50,000 രൂപയാണ് എന്നാണ് കണക്ക്. ലക്ഷങ്ങൾ ചെലവഴിച്ച ക്ലബ്ബുകളുണ്ട്. 1000-ലധികം ചെറുതും വലുതുമായ ക്ലബ്ബുകൾ മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ മാത്രമുണ്ട്. നിങ്ങളൊന്ന് കൂട്ടിനോക്ക്. ഈ ഒരൊറ്റ ലോകകപ്പിന്റെ പേര് പറഞ്ഞ് മലപ്പുറത്തും കോഴിക്കോടും ചെലവഴിച്ച പണത്തിന്റെ കണക്ക് മഞ്ചേരിക്ക് ഈ 22-ലെത്തുമ്പോഴേക്ക് എത്ര ഫ്ലെക്സുകൾ ഉണ്ടാകും? ഇവിടുന്ന് മലപ്പുറം എത്തുമ്പോഴേക്ക് എത്ര ഫ്ലെക്സ് ഉണ്ട്? അതിന്റെയൊക്കെ വലിപ്പം എത്രയാണ്? എല്ലാവരുടെയും ശ്രദ്ധയിൽ ഉണ്ടാകാൻ വലിയ നദികളിലും അരുവികളിലും സ്ഥാപിച്ചിട്ടുള്ള കട്ടൗട്ടുകൾ എത്ര വലിപ്പമുണ്ട്? അതിനൊക്കെ ചെലവഴിക്കുന്ന പണം എത്രയാണ്? ആരാണ് ഇതിന്റെയൊക്കെ പിന്നിലുള്ളത് എന്നത് പ്രിയപ്പെട്ടവരെ നന്നായി ചിന്തിക്കാൻ വേണ്ടിയാണ് ഇത് പറയുന്നത്. ഒരു ബോധമില്ലാത്ത യാത്രയിലാണ് മനുഷ്യരുള്ളത്. ഒരു ബോധമില്ലാത്ത യാത്രയിൽ. അപ്പൊ നമ്മൾ തുടക്കത്തിൽ പ്രാർത്ഥിച്ചില്ലേ രോഗികൾക്ക് വേണ്ടി? നമുക്കും വരാം ഇന്നല്ലെങ്കിൽ നാളെ. കിഡ്നി രോഗികളുണ്ട്, നമ്മുടെ മഹലിലുണ്ട്, തൊട്ടടുത്ത മഹലുകളിലുണ്ട്. ഒരു ദിവസം പ്രിയപ്പെട്ടവരെ 160-170 ലിറ്റർ രക്തം ഫിൽട്ടർ ചെയ്യുന്ന ഒരു മാങ്ങാണ്ടിയുടെ വലിപ്പമുള്ള ഒരു കിഡ്നി എന്ന് പറയുന്ന സംവിധാനം ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് നമ്മുടെ ശരീരത്തിനുള്ളിൽ വെച്ചപ്പോ നമുക്കതിന്റെ വില മനസ്സിലാവണില്ല. അതിന് കംപ്ലൈന്റ് വരുമ്പോഴാണ് ചിന്തിക്കുന്നത്. ഒരു ദിവസം അത് ഫിൽട്ടർ ചെയ്യുന്നത് 160-170 ലിറ്റർ രക്തമാണ്. ഈ സദസ്സിൽ ഡോക്ടർമാരുണ്ടാവില്ലേ? സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ബക്കറ്റ് 10 ലിറ്ററിന്റെ ബക്കറ്റാണ്. ഒരു ദിവസം നമ്മുടെ കിഡ്നി ഫിൽട്ടർ ചെയ്യുന്നത് 16-17 ബക്കറ്റ് രക്തമാണ്. തമാശക്കളിയത് ദല്ല ഫ്രീ തന്നതാ. റബ്ബ് ഫ്രീ ആയി നമ്മുടെ ശരീരത്തിൽ വെച്ച് തന്നതാ. നമ്മൾ സൂക്ഷിച്ചാലും ചിലപ്പോ കരുതിയാലും കരുതലിന്റെ കുറവുണ്ടെങ്കിലും ഒക്കെ അപകടം സംഭവിക്കാം. പക്ഷേ നാം ആലോചിക്കുന്നുണ്ടോ ആ അവയവത്തെക്കുറിച്ച്? നമ്മുടെ മഹലിൽ കിഡ്നി രോഗികളില്ലേ? നമ്മുടെ ജില്ലയിൽ ധാരാളം ആളുകളില്ലേ? അതിന് സംവിധാനം ഒരുക്കിയിട്ട് മതിയാവാത്ത പ്രശ്നമല്ലേ സത്യത്തിൽ നമ്മുടെ ജില്ലയിലും തൊട്ടടുത്ത ജില്ലയിലും ഒക്കെ ഉണ്ടാകുന്നത്? ഇത് ഫ്രീ ആയി നമ്മുടെ ശരീരത്തിൽ തന്ന ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ടോ നമ്മൾ? താഴെ 8 മണിക്കൂർ കൊണ്ട് വെജ് ആൻഡ് നോൺ വെജ് ദഹിപ്പിക്കാൻ കഴിവുള്ള ആമാശയ സംവിധാനം. വെജ് കടിച്ചാലും നോൺ വെജ് കടിച്ചാലും അതിനെ അരച്ച് പൊടിച്ച് ദഹിപ്പിക്കുന്ന ഒരു ആമാശയ സംവിധാനം തന്ന ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിന് ഒന്ന് നന്ദി കാണിക്കാൻ, ശുക്ർ കാണിക്കാൻ എത്ര പേർ റെഡിയായി? 2:30 കളിക്ക് 3:30 മാച്ച് കാണാൻ ഞാൻ കളി കാണണ്ടെന്നൊന്നും പറയുന്നില്ല. നിങ്ങളുടെ വാപ്പ വിളിക്കണോ? നിങ്ങളെ ചെറുപ്പക്കാരോട് ചോദിക്കുക. മഞ്ചേരിയിലെ 22 എന്ന് പറയുന്ന സ്ഥലത്തുള്ള പള്ളിയിൽ
യുവാക്കൾ ധാരാളമുണ്ട്. ഞാൻ ചോദിക്കുക, നിങ്ങളെ വാപ്പ വിളിക്കണോ നിങ്ങളെ 4:30 കളി കാണാൻ? വേണ്ട. നിങ്ങൾ എണീക്കും. നിങ്ങളുടെ മൊബൈൽ തലക്ക് അടുത്ത്, ചെവിക്കടുത്ത് വെച്ച് നിങ്ങൾ ഉറങ്ങാൻ റെഡിയാണ്. 1-മത്തെയോ 2-മത്തെയോ ബെല്ലടിക്കുമ്പോഴേക്ക് വേഗം എണീറ്റ് ആ സൗണ്ട് കുറക്കാനും ഓഫാക്കാനും നമ്മൾ റെഡിയാണ്. കുറെ സമയം ബെല്ലടിച്ച ചിലപ്പോ വാപ്പ ഉണരും. അതുകൊണ്ട് വാപ്പ ചിലപ്പോ കളിപ്പ കാണണ്ടെന്ന് പറയും. അതുകൊണ്ട് 1-മത്തെ ബെല്ലിനെ ചാടി എണീക്കാൻ റെഡിയാ. എന്താ കാരണം? അത് നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്. സുബഹിക്കോ ഉമ്മ വിളിച്ചിട്ട് മൂളിയും മുരളിയും അപ്പുറം ഇപ്പുറവും കിടക്കുക അല്ലേ? മൂളി എങ്ങനെ അങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് തിരിഞ്ഞ്. എന്തേ? ഇവിടെ കളി കാണണ്ടെന്നല്ല പറയുന്നത്, കളി കാണണ്ടെന്നല്ല പറയുന്നത്. ഞാൻ പറയുന്നതിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞും മൂളിയും കിടക്കുന്ന ചെറുപ്പക്കാരെ, അള്ളാഹുവിന്റെ വിളിക്ക് ഓരോ പള്ളിയിൽ നിന്നും വരൂ, പള്ളിയിലേക്ക്, വിജയത്തിലേക്ക് വരൂ, നിസ്കാരത്തിലേക്ക് വരൂ, ഉറക്കത്തെക്കാൾ ഹൈറായതിലേക്ക് വരൂ എന്ന് വിളിച്ചു പറയുമ്പോ കേൾക്കാത്തവനെ പോലെ അറിഞ്ഞില്ലെന്ന് പറഞ്ഞിട്ട് എനിക്ക് എന്താണെന്നറിയില്ല, ഞാൻ എത്ര വലിയ ഒച്ചയിൽ ബാങ്ക് കേട്ടാലും പള്ളിന്റെ അടുത്താ എന്റെ വീട്, ഞാൻ അറിയലില്ല എന്ന് പറയുന്ന നിന്നെ 4:30-ക്കും 3:30-ക്കും വിളിക്കാൻ ആരും ഏർപ്പാട് ചെയ്യണ്ട. ആരേർപ്പാട് ചെയ്യണ്ട. എണീറ്റിട്ട്, ഞാൻ സത്യത്തിൽ എണീറ്റ സുബൈക്ക് ജമാഅത്തിന് എന്താ വരാത്തെന്നറിയോ? എണീറ്റിട്ട് കുറെ സമയം ഇങ്ങനെ കട്ടിലിരിക്കണം, പിന്നെ കുറെ സമയം നിൽക്കണം, പിന്നെ ബാത്റൂമിൽ കുറെ സമയം വേണം. അങ്ങനെ ഇവന്റെ ഹൃദയമൊന്ന് ചെറിയൊരു പിടുത്തമല്ല പിടിച്ചിട്ട് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി. ചെറിയ ബ്ലോക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ഡോക്ടർ പറഞ്ഞു കാലത്ത് 5 മണിക്ക് എണീക്കണം, 1 മണിക്കൂർ നടക്കണം. ഓൻ അറിഞ്ഞത് 4:58. ഓന് കുറച്ച് സമയം കട്ടിൽ മേരിക്കണോ നിൽക്കണം അല്ലേ? കറക്റ്റ് നടത്താൻ തുടങ്ങി. പള്ളിന്റെ മുന്നിലൂടെ പോവന് ഒരു പ്രശ്നമല്ല. കാരണം ഡോക്ടർ പറഞ്ഞു ദിവസം 1 മണിക്കൂർ നടന്നിട്ടില്ലെങ്കിൽ അപകടട്ടോ എന്ന് പറഞ്ഞപ്പോ പിന്നെ ഓൻ എണീക്കൽ പ്രശ്നമല്ല. അതുവരെ ആളുകളോട് പറഞ്ഞ ന്യായം എന്താണെന്നറിയോ? ഞാൻ അറിയാത്തോണ്ടൊന്നുമല്ല, എനിക്ക് കുറെ പ്രശ്നം എണീറ്റാ പിന്നെ 1 മണിക്കൂർ സമയം വേണം. ഇതൊക്കെ പറഞ്ഞു നിന്നവർ ചിന്തിക്കുക, ഈ ഒരു കാണുന്ന താല്പര്യം അള്ളാഹുവിന്റെ ദീനിനോട് ഞാനും നിങ്ങളും കാണിക്കുന്നുണ്ടോ എന്ന് വളരെ ഗൗരവത്തോടുകൂടി ചിന്തിക്കണം, ആലോചിക്കണം. എത്ര സമയം നമ്മൾ ചെലവഴിച്ച് കളയുന്നത്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറഞ്ഞു, ഇളാഅത്തുൽ വഖ്ത്, സമയത്തെ നഷ്ടപ്പെടുത്തുക എന്നത് അശദ്ദു മിനൽ മൗത്ത്, മരണത്തെക്കാൾ ശക്തമായ ഗുരുതരമായ കാര്യമാണ്. എന്താ പറഞ്ഞേ? ആ വാചകം നമ്മുടെ മനസ്സിലുണ്ടാവണം. ഇളാഅത്തുൽ വഖ്ത്, സമയത്തെ നഷ്ടപ്പെടുത്തി കളയുക എന്നത് അശദ്ദു മിനൽ മൗത്ത്, മരണത്തെക്കാൾ ഗുരുതരമായ പാതകമാണ് എന്ന്. എത്ര സമയമാണ്? ഒരു കളി കഴിഞ്ഞ് അടുത്ത കളിക്ക് നീ ഉറങ്ങിപ്പോയാൽ വീട്ടിൽ പോയി ഉറങ്ങിയാൽ ഞാൻ അടുത്ത കളി കാണാൻ പറ്റില്ല, ഇരിക്കാണ് പകലുറങ്ങാൻ. കുറെ ചെറുപ്പക്കാര് നീ ലോക കപ്പ് കഴിഞ്ഞവരെ പണിക്കൊണ്ടാ തീരുമാനിച്ചിരിക്കുക, പകലുറങ്ങുക. ഒരു കളി കഴിഞ്ഞ് അടുത്ത കളി കാണാൻ ഉറങ്ങിപ്പോകുന്ന നിലക്ക് അവിടെ കട്ടൻ ചായയും കുടിച്ച് ആ ചിക്കനും ചുട്ട് ഇരിക്കുക. ഞാനിതൊക്കെ ഇങ്ങനെ പറയുന്നത് നമ്മുടെ ഉമ്മത്ത് ഇതിന്റെയൊക്കെ മുന്നിൽ വളരെ ജാഗ്രതയോടുകൂടി, ഇതൊക്കെ എന്തോ ഒരു പുണ്യം കിട്ടുന്ന വിഷയം പോലെ എത്രയോ പണം സമയമൊക്കെ ചെലവഴിച്ച് മുന്നോട്ട് പോകുന്നുണ്ട് എന്ന കാരണം കൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല പറയാ, മാ ശബ്ബഹതു ശബാബ ഇല്ലാ ബിശൈഇൻ കാന ഫീ കുമ്മി ഫസഖത. ഇത്ര മനോഹരമായ വാക്കാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല പറയുന്നത്. മാ ശബ്ബഹതു ശബാബ്, ഞാൻ ശബാബിനെ കുറിച്ച്, യൗവനത്തെക്കുറിച്ച് പ്രിയപ്പെട്ടവരെ ഞാൻ ഇങ്ങനെ ഊഹിക്കുന്നില്ല, ആലോചിക്കുന്നില്ല. ഏതുപോലെയല്ലാതെ ഇല്ലാ ബിശൈഇൻ കാന ഫീ കുമ്മി ഫസഖത, എന്റെ കൈക്കുപ്പായത്തിൽ സൂക്ഷിച്ച ഒരു വസ്തുവിനെ പോലെയല്ലാതെ. അതെപ്പോഴാ ചാടിപ്പോയത് എന്ന് പോലും ഞാൻ അറിഞ്ഞിട്ടില്ല. എന്റെ കൈക്കുപ്പായത്തിൽ സൂക്ഷിച്ച ഒരു വസ്തുവിനെ പോലെയാണ് ഞാൻ എന്റെ യൗവനത്തെ കാണുന്നത്. അതെപ്പോഴാണ് വീണുപോയത് എന്ന് പോലും ഞാൻ അറിഞ്ഞിട്ടില്ല. എന്നതുപോലെ ഈ ചോരത്തിളപ്പും യൗവനവുമൊക്കെ എന്നും നിലനിൽക്കുമെന്ന ദാഠ്യബോധവും ഈ ചുറുചുറുക്കും ഈ ആരോഗ്യവും എപ്പോഴും ഉണ്ടാകുമെന്ന ബോധവുമൊന്നും ആർപ്പ് വിളികളിൽ തിമിർത്താറുമ്പോ, പ്രിയപ്പെട്ട യുവാക്കളെ, ഇതാ ഇന്ന് സുബഹിക്ക് ഞാൻ ഉണ്ടാകുമോ എന്ന് പറയാൻ കഴിയാത്ത എത്ര പെട്ടെന്നായിരിക്കും, എത്ര ചെറുപ്പക്കാരാ നമ്മളെ വിട്ട് പിരിഞ്ഞു പോയിട്ടുള്ളത്. ആരോഗ്യ ദൃഢഗാത്രന്മാർ,
അവന്റെ അടുത്തൊക്കെ ഒരു 4 ആളൊന്നും ചെന്നാ നടക്കൂല എന്ന് പറയുന്ന ചെറുപ്പക്കാര് ഇരിക്കുന്ന ചെയറിൽ, നിൽക്കുന്ന സ്ഥലത്ത്, കാത്തിരിക്കുന്ന സ്ഥലത്ത്, ബസ് വെയിറ്റിംഗ് ഷെഡില് സെക്കൻഡുകൾ കൊണ്ട് തളർന്നു വീണപ്പോ അടുത്ത് നിൽക്കുന്ന ആള് പറയണ്, പിടിക്കാൻ ശ്രമിച്ചു, നല്ല ആരോഗ്യമുള്ള വലിയ മനുഷ്യനല്ലേ, പിടിക്കാൻ പോലും കഴിഞ്ഞില്ല, വീണുപോയി. ഒന്നും ചെയ്യാനാവാതെ മടങ്ങിയവർ ലോകത്ത് എത്ര എത്ര മനുഷ്യരുണ്ട് സുഹൃത്തുക്കളെ. ഈ ചോരത്തിളപ്പും ഈ യൗവനവും ആരടാന്നൊക്കെ ചോദിക്കുമ്പോ ഞാനടാ എന്ന് പറയാനുള്ള ഈ വമ്പിന്റെ ഗർവിന്റെ വർത്തമാനമൊക്കെ പറയുന്ന ഈ ആരോഗ്യവും ഈ യൗവനവും ഈ ചെറുപ്പവും ഒക്കെ എപ്പോഴും ഉണ്ടാകുമെന്ന് നാം ഒരിക്കലും തെറ്റിദ്ധരിച്ചു പോകരുത് എന്ന നിലക്കാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ അവരെ പോലെയുള്ള ആളുകൾ ഈ കാര്യങ്ങൾ നമ്മുടെ മുമ്പാകെ വെക്കുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമുക്ക് ഇസ്ലാം അനുവദിച്ച വിനോദത്തിലൊക്കെ ഏർപ്പെടാൻ. ومن الناس من يشتري لهو الحديث ليضل عن سبيل الله بغير علم. ഖുർആനിന്റെ പ്രയോഗമാണ്. ഞാൻ വിശദീകരണത്തിലേക്ക് കടക്കുന്നില്ല. മനുഷ്യരുടെ കൂട്ടത്തിൽ വിനോദ വാർത്തകളെ വിലക്ക് വാങ്ങുന്നവർ മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട്. എന്നിട്ടോ അവർ അള്ളാഹുവിന്റെ ദീനിനെ പരിഹാസ്യമാക്കുകയാണ്. അള്ളാനെ ഒരു ഗൗരവവും അവർക്ക് കാണാൻ പറ്റുന്നില്ല. റബ്ബിനെ കുറിച്ച് അവിടെ ഒരു ഗൗരവം അവരുടെ ഹൃദയത്തിലേക്ക് വരുന്നില്ല. ഒരു ഗാംഭീര്യം അള്ളാഹുവിനെ കുറിച്ച് തോന്നുന്നില്ല. ദീനിനെ കൊച്ചാക്കി കളിക്കുകയാണ്. എത്രയെത്ര മനുഷ്യരുടെ വാക്കുകളാണ് നമ്മൾ കേൾക്കുന്നത്. മുസ്ലിം കുടുംബത്തിൽ ജനിച്ച് നന്നായി പഠിച്ച് ഒരു വലിയ സ്വന്തം കാലിൽ നിൽക്കാനായി എന്ന് അവന്റെ ഭാഷയിൽ പക്വതയിലേക്ക് എത്തിയപ്പോ ഇസ്ലാമിനെ പരിഹസിക്കാൻ ചാനലുകളിൽ വരുന്നവരുണ്ട്, യൂട്യൂബിൽ വരുന്നവരുണ്ട്, സോഷ്യൽ മീഡിയയിൽ വരുന്നവരുണ്ട്. അവരുടെ പേരിന്റെ കൂടെ ഒരു എക്സ് ചേർത്തിട്ടുണ്ടാകും, എക്സ് മുസ്ലിം. ഈ ലോകത്തിന്റെ മുമ്പിൽ ഇസ്ലാമിനെ കളിയാക്കാൻ അവൻ മുമ്പ് മുസ്ലിമായിരുന്നു എന്ന് എക്സിട്ട് പറയണം അവന്, എന്നാലേ സമാധാനമാവുകയുള്ളൂ. അവരൊക്കെ എന്ത് ദാഷ്ട്യമാണ് കാണിക്കുന്നത്. അവർ വിചാരിക്കുന്നുണ്ടോ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകാമെന്ന്? ഒരു പിടുത്തം, അല്ലാഹുവിന്റെ പിടുത്തം വരാനില്ല പ്രിയപ്പെട്ടവരെ, ഇല്ലേ? അതുകൊണ്ട് ഞാൻ ഈ ഖുത്ബയിൽ ആകെ സൂചിപ്പിക്കാൻ ആഗ്രഹിച്ചത് നമ്മളെക്കുറിച്ചുള്ള ഒരു ആത്മപരിശോധന. നേരത്തെ പറഞ്ഞ ഹദീസിൽ വന്ന ആ ആരോഗ്യം എന്തിനു വേണ്ടി ഉപയോഗിച്ചു? ചെറുപ്പക്കാരെ, മാത്രമല്ല തെറ്റായ റൂട്ടിലേക്ക് ഈ ഫുട്ബോൾ തരംഗമൊക്കെ പോകുന്നുണ്ട്. ഒരു മുസ്ലിമിന് മുടി ക്രോപ്പ് ചെയ്യാൻ പാടില്ല. ഞാൻ ഇപ്പൊ അതിന്റെ ഹദീസിലേക്കൊന്നും പോകുന്നില്ല. മുടി ക്രോപ്പ് ചെയ്യാൻ പാടില്ല. ഒരു ഭാഗം ഇങ്ങനെ ചെറുതാക്കി എടുക്കുക, മറുഭാഗം അല്ലെങ്കിൽ അതിന്റെ മേൽഭാഗം ഇങ്ങനെ വലുതാക്കി നിർത്തുക. എന്നാണ് ഈ ക്രോപ്പ് ചെയ്യാറ്. ഹറാമെന്ന കള്ള് കുടിക്കുന്നത് ഹറാമ് പോലെ, ചീട്ട് കളിക്കുന്നത് ഹറാമ് പോലെ, ചൂതാട്ടം ഹറാമ് പോലെ, മുടി ക്രോപ്പ് ചെയ്യുന്നത് ഹറാമെന്ന് പറഞ്ഞത് ആരാ? ഏതെങ്കിലും ഒരു പള്ളിയിലെ ഖതീബല്ല, നമ്മുടെ നേതാവായ തങ്ങളായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാ. എന്നിട്ട് ചെറിയ മക്കള് വരെ ഫുട്ബോൾ താരങ്ങളെ അനുകരിച്ച് പള്ളിയിലേക്ക് വരുമ്പോ വരെ, ഞാൻ ആരും പേര് പറയുന്നില്ല, 10 നമ്പർ എഴുതി, ഇന്ന നമ്പർ എഴുതി, ഇന്ന നമ്പർ എഴുതി പോലെ ഫോട്ടോ വെച്ച ജയിച്ചിട്ടിട്ട പള്ളിക്ക് വാപ്പ കൊണ്ടുവരുന്നത്, സൊഫിൽ നിസ്കരിക്കാൻ നിൽക്കുന്നത്. അത് ഏതെങ്കിലും മോഡല് ചെറുതായിട്ടുള്ള കുപ്പായാണ് പുതിയ മോഡലെങ്കിൽ റുക്കൂ പോകുമ്പോ അണ്ടർവെയർ വരെ കാണും. തുറന്ന് പറയാണ് ഖുത്ബയില്. എങ്ങനെ നിസ്കാരം ശരിയാവുക? മുട്ടുമുതൽ പൊക്കിൾ വരെ ഒരു പുരുഷന്റെ ഔറത്ത, അതുപോലും മറക്കാതെയാണ് പല ചെറുപ്പക്കാരുടെയും നിസ്കാരം. സുജൂദ് പോകുമ്പോ, റുക്കോയിൽ പോകുമ്പോ പിറകു വശമൊക്കെ കാണും. കാരണം മോഡൽ ചെറിയ കുപ്പായ. എന്നാ പിന്നെ ഓൻ ആ മോഡൽ ഇടൂ. ഓൻ അള്ളാഹുവിന്റെ പ്രവാചകനെ റോൾ മോഡലാക്കാൻ റെഡിയല്ല. ഇന്നലെ സ്ക്രീനിൽ കണ്ടവരെ റോൾ മോഡലാക്കി എന്നാ പള്ളിക്ക് നിസ്കരിക്കാൻ വരുന്നുണ്ട്. ആ നിസ്കരിക്കാൻ വരുമ്പോ, ആ നിസ്കാരത്തിന് വേണ്ടി വരുമ്പോ അവന്റെ ഔറത്ത് പോലും മര്യാദക്ക് മറയാതെയാണ് നിസ്കരിക്കുന്നത്. കുറെ നമ്പർ ഇട്ട, കുറെ ഫോട്ടോ വെച്ച ജെയ്സിയുമായി പള്ളിയിൽ വരുമ്പോ പിറകിൽ നിൽക്കുന്ന ഒരു കുട്ടി ആ ജെയ്സിയിലേക്കും ഫോട്ടോയിലേക്കും നോക്കി നിൽക്കുമ്പോ അവന്റെ നിസ്കാരത്തെ തെറ്റിപ്പിച്ചു കളഞ്ഞതിൽ നിനക്ക് റോളുണ്ട്. ഒരു ഉള്ളി തിന്നു പോലും പള്ളിയിലേക്ക് കഴുകാതെ വൃത്തിയാക്കാതെ വരരുത് എന്ന് പറഞ്ഞ മതത്തിന്റെ അനുയായികളാണ് നമ്മൾ. ഇവിടൊക്കെ നമുക്ക് ചില ശ്രദ്ധയുണ്ടാകണം എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഇൽമ് എന്ന് പറഞ്ഞാൽ സുഹൃത്തുക്കളെ, നമ്മൾ ഖുർആനിന്റെ തഫ്സീർ വായിക്കൽ മാത്രമല്ല, ദീനിന്റെ ശാഖകളൊക്കെ ഒന്ന് മറിച്ച് പഠിച്ച് ഗൗരവമായ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് കേട്ട് മനസ്സിലാക്കി, അറിയാത്ത കാര്യത്തെക്കുറിച്ച് അറിയില്ലെന്ന് തുറന്ന് സമ്മതിച്ച്, അങ്ങനെയാണ് പണ്ഡിതന്മാർ പറഞ്ഞെന്തറിയോ? നിസ്ഫുൽ ഇൽമ്, ഇൽമിന്റെ പകുതി ലാ അദ്രീന,
എനിക്കറിയില്ല എന്ന് പറയല. അതിന് പോലും റെഡിയല്ല മനുഷ്യര്. നിസ്ഫുൽ ഇൽമ്, ഇൽമിന്റെ പകുതി ലാ അദ്രി, എനിക്കറിയില്ല എന്ന് പറയല, റെഡിയില്ല. 4 സൂറത്ത് അർത്ഥസഹിതം പഠിക്കാൻ ശ്രമിച്ചപ്പോ പിന്നെ 10 കൊടുക്കുകയാണ്. അപ്പോഴേക്കും ആര് ചോദിച്ചാലും എന്റെ അഭിപ്രായത്തിന് ശരിയല്ല, അപ്പോഴേക്കും എന്റെ അഭിപ്രായമായി. എത്ര സൂറത്ത് അറിയാ? 4 സൂറത്തെ പഠിച്ചിട്ടുള്ളൂ, അപ്പോഴേക്കും മുഫ്തിയായി. അല്ല, നമ്മൾ ദീന് പഠിക്കണം, ദീന് മനസ്സിലാക്കണം, ദീൻ അനുസരിച്ച് മുന്നോട്ട് പോകാൻ നമ്മൾ തയ്യാറാവണം. അപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കും. സുഹൃത്തുക്കളെ, നമുക്ക് ഈ ലോകം ചെറുതാണ്. മറ്റുള്ള എല്ലാ പ്രത്യയശാസ്ത്രങ്ങളിൽ, വ്യത്യസ്ത പ്രത്യയശാസ്ത്രങ്ങൾ വിശ്വസിക്കുന്നവരെ പോലെയല്ല നമ്മള്. നമുക്ക് ഈ ലോകം ഒരു പരീക്ഷണശാലയാണ്. അദ്ദുനിയാ മസ്റഅത്തുൽ ആഖിറ, പരലോകത്തിലേക്കുള്ള കൃഷിയിടമാണ്, ആഖിറത്തിലേക്കുള്ള ഒരു കൃഷിയിടമാണ് സത്യത്തിൽ ഈ ദുനിയാവ്. മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം ഈ ഖുത്ബയിൽ കേട്ടിട്ടുണ്ടാവും, അദ്ദുനിയാ സിജ്നുൽ മുഅ്മിൻ, മുഅ്മിനിന്റെ ജയിലാണ്, വജന്നത്തുൽ കാഫിർ, സത്യനിഷേധിയുടെ സ്വർഗമാണ്. എങ്ങനെ? ഈ ദുനിയാവെന്നത് ഒരു മുഅ്മിനിന്റെ ജയിലാണ്. നമുക്ക് എല്ലാത്തിലും ലിമിറ്റ് ഉണ്ട്. അങ്ങോട്ട് പാറിപ്പറക്കാൻ പറ്റൂല. അത് കാണാൻ പറ്റുമോ? പറ്റൂല. ഇത് കേൾക്കാൻ പറ്റുമോ? ചിലത് കേൾക്കാൻ പറ്റൂല, ചിലത് കാണാൻ പറ്റൂല, ചില സ്ഥലത്ത് ഇരിക്കാൻ പറ്റൂല, ചില സ്ഥലത്തേക്ക് പോകാൻ പറ്റൂല, ചിലതിന് സാക്ഷിയാവാൻ പറ്റൂല, ചിലതിന് ഒപ്പിട്ട് കൊടുക്കാൻ പറ്റൂല. അതുകൊണ്ട് നമുക്ക് ചില വേലിക്കെട്ടുകളുണ്ട് ചുറ്റും. അതുകൊണ്ട് മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയാവ് ഒരു ജയിലാണ്. വജന്നത്തുൽ കാഫിർ, സത്യനിഷേധിയെ സംബന്ധിച്ചിടത്തോളം ലിമിറ്റുകളില്ല. അവന് പരിധികളോ പരിമിതികളോ നോക്കേണ്ട ആവശ്യമില്ല. അവന്റെ മനസ്സിൽ ഈ ദുനിയാവ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അടിച്ചു പൊളിക്കണം, തിമിർത്താടണം, സന്തോഷിക്കണം. മരണോ അതൊക്കെ മരിക്കുമ്പോഴല്ലേ, ഖബറോ അതൊക്കെ അവിടെ എത്തുമ്പോഴല്ലേ, പുനർജീവിതോ. നിങ്ങൾ കുറെ വിഡ്ഢികൾ എന്ന് പറയുന്നവർ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾക്ക് പിന്നിൽ അടുത്ത ക്യൂ പിടിക്കുന്ന ആളുകളായി, അടുത്ത ലൈൻ പിടിക്കുന്ന ആളുകളായി നമ്മൾ മാറരുത്. അള്ളാഹു ചിന്തിക്കുന്ന, ആലോചിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ്, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഞാൻ എന്നോടും നിങ്ങളോടും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. സർവശക്തനായ അള്ളാഹുവിന്റെ നിയമങ്ങളും കൽപ്പനകളും പാലിച്ചും അനുസരിച്ചും ജീവിക്കുന്ന മുഅ്മിനുകളായി നമ്മൾ മാറണം. അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറയാ, വനഫ്സുക് ഇല്ലം തശ്ഗൽഹാ ബിൽ ഹഖ്, നിന്റെ നഫ്സ് നീ ഹക്ക് കൊണ്ട് നിറക്കാൻ റെഡിയല്ലെങ്കിൽ, ശഗൽതക ബിൽ ബാത്തിൽ, പിന്നെ അവിടെ നിറയെ ബാത്തിലായിരിക്കും, പിന്നെ കയറൂല, പ്രയാസാൻ. ഹക്ക് നിന്റെ ഹൃദയത്തിൽ വെക്കാൻ, സത്യം കേട്ട. ഇപ്പൊ ഇത് ഖുത്ബ കഴിഞ്ഞ് പോകുമ്പോ കുറെ ചെറുപ്പക്കാർ പറയാൻ എന്താ അറിയോ, സംഭവമൊക്കെ പറയുന്നത് ശരി തന്നെയാണ്, നടപ്പിലാക്കാനാ പണി. അങ്ങനെയാണ് ആളുകൾ പറയാ. കാര്യമൊക്കെ ആ പറഞ്ഞത് ശരി തന്നെയാണ്, അങ്ങനെ തന്നെയാണ് നിൽക്കേണ്ടത്. പക്ഷെ അതങ്ങട്ട് പ്രാക്ടിക്കൽ ആക്കുക എന്നുള്ളത് കുറച്ച് പണിയാ. അങ്ങനെ നിന്റെ ഹൃദയം ഈ പ്രാക്ടിക്കലാക്കുക ഒരു പ്രയാസമാണെന്ന് പറഞ്ഞ് അവിടെ ഇങ്ങനെ ഒഴിവിട്ട് കൊടുക്കുമ്പോ ഹക്ക് അവിടുന്ന് പതുക്കെ പതുക്കെ പോവും. പിന്നെ അവിടെ നിറയെ ബാത്തിലായിരിക്കും. അപ്പൊ പിന്നെ ആര് പറഞ്ഞാലും പിന്നെ കേൾക്കാനുള്ളൊരു മനസ്സുണ്ടാവില്ല. ചില ചെറുപ്പക്കാരൊക്കെ അങ്ങാടിയിലൊക്കെ കാട്ടിക്കൂട്ടുന്നുണ്ട്, നാണല്ലേ അവനിങ്ങനെ പറയാൻ, ഇങ്ങനെ ചെയ്യാന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോകുന്നത്. എന്താ അറിയോ, അതിങ്ങനെ ഹൃദയം ബാത്തിലുകൊണ്ടും തെറ്റുകൊണ്ടൊക്കെ ഇങ്ങനെ നിറയുമ്പോ പിന്നെ എല്ലാം ഒരു രസമായിട്ടാ തോന്നിയ സംഭരണമൊക്കെ രസമായിട്ടാ തോന്നുക, വൃത്തികേട് വേണമൊക്കെ ഒരു ഭംഗി വാക്കായിട്ടാ തോന്നുക. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതിനാണ് നമ്മൾ ഈ ദഅവത്ത്, അതൊരു മിമ്പറിൽ കയറുന്ന ഖത്തീബ് മാത്രം നിർവഹിക്കാനുള്ളതല്ല. നിങ്ങളൊക്കെ ദഅവത്ത് നിർവഹിക്കുന്നവരാണ്. വീട്ടില് ഭാര്യയോട് ഭാര്യക്കറിയാത്തത്, മകനോട് മകനറിയാത്തത്, വാപ്പക്കറിയാത്തത് വാപ്പയോട് ആദരവോടെ, വാപ്പയുടെ സഹോദരങ്ങളോട് ബഹുമാനത്തോടെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്ന ഒരു പ്രസക്തമായ വാക്ക് നിങ്ങൾ കേട്ടോളൂ. അൽഹംദുലില്ലാഹ്
അൽഹംദുലില്ലാഹില്ലദീ ജഅല ഫീ കുല്ലി സമാനിൻ ഫത്രത്തിൻ മിനർ റുസുൽ ബഖായ മിൻ അഹ്ലിൽ ഇൽം. ഏതൊക്കെ കാലഘട്ടങ്ങളിലാണോ റുസൂലുകളുടെ കുറവുണ്ടായത്, ഇടവേളകൾ ഉണ്ടായത്, അവിടെയൊക്കെ അല്ലാഹു തആല ഇൽമുള്ള ആളുകളെ ബാക്കിയാക്കിയിട്ടുണ്ട്. എവിടെയാണോ പ്രവാചകന്മാരുടെ ഇടവേളകൾ വന്നത്, അല്ലാഹു നിശ്ചയിച്ച ദൂതന്മാരുടെ ഇടവേളകൾ വന്നത്, അവിടെ അല്ലാഹുവിന്റെ ദീൻ എത്താതെ പോയിട്ടില്ല. അവിടേക്ക് വേണ്ട ചില പാണ്ഡിത്യമുള്ള ആളുകളെ അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ട്. ഇനിയും അത് തുടരും. മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ പ്രവാചകനാണ്. ഇനി ലോകാവസാനം വരെ ഈ അർത്ഥത്തിൽ ഒരു പ്രവാചകൻ വരാനില്ല. അതുകൊണ്ട് തന്നെ യദ്ഊന മൻ ളല്ല ഇലൽ ഹുദാ, ആ പ്രബോധനം നിർവഹിക്കുന്ന ആളുകൾ നിർവഹിക്കുന്നത് പിഴച്ചുപോയവരെ ഹുദയിലേക്ക്, നന്മയിലേക്ക്, സന്മാർഗത്തിലേക്ക്, നേർവഴിയിലേക്ക് ക്ഷണിക്കുക എന്ന ഉത്തരവാദിത്തമാണ് അവർ നിർവഹിക്കുന്നത്. വയസ്ബിറൂന മിൻഹും അലൽ അദാ, ഉപദ്രവങ്ങൾ ഉണ്ടാകുമ്പോ ക്ഷമയോടുകൂടി അക്ഷമരാവാതെ അവർ മുന്നോട്ട് പോവുകയാണ്. യുഹയ്യൂന ബികിതാബില്ലാഹിൽ മൗതാ, ജീവനറ്റുപോയവരെ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കിതാബ് കൊണ്ട് മരിച്ചുപോയവരെ അവർ ജീവിപ്പിക്കുകയാണ്. ഹൃദയം മരിച്ചിട്ടുണ്ട്, ദീനുമായി ബന്ധമില്ല. അള്ളാഹുവിന്റെ കിതാബ് വെച്ചവരെ ജീവൻ വെപ്പിക്കുകയാണവർ. വയുബസ്സിറൂന ബിനൂരില്ലാഹി അഹ്ലൽ അമാ, അന്ധത ബാധിച്ച ആളുകളെ, കണ്ണു കാണാത്ത ആളുകളെ അള്ളാഹുവിന്റെ വെളിച്ചം കൊണ്ട്, ദീനുകൊണ്ട്, ഖുർആന് കൊണ്ട്, സുന്നത്ത് കൊണ്ട് അവർക്ക് അന്ധതയ്ക്ക് പരിഹാരമുണ്ടാക്കി കൊടുക്കുകയാണവർ. ഇതാണ് പണ്ഡിതന്മാർ നിർവഹിക്കുന്ന ഉത്തരവാദിത്തമെന്ന് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ചു പോവുകയാണ്. ഇതിന്റെ എല്ലാ ഭാഗവും പറയാൻ ഒരു ഖുത്ബക്ക് സമയപരിധി ഉണ്ടല്ലോ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ഉത്തരവാദിത്തം അതാണ്. ആ ഉത്തരവാദിത്തം നമ്മൾ നിർവഹിക്കണം. സർവശക്തനായ അള്ളാഹു ചിന്തിക്കുന്ന, ആലോചിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഈ മഹല്ലുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ആഴ്ച മരണപ്പെട്ട സഹോദരി, അതുപോലെ തന്നെ നമുക്ക് പരിചയമുള്ള ധാരാളം ആളുകൾ, നമ്മുടെ ബന്ധുക്കളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, അയൽവാസികളിൽ മരണപ്പെട്ടു പോയ മുഅ്മിനുകളുണ്ട്, മുഅ്മിനാത്തുകളുണ്ട്. അള്ളാഹു അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ക്യാൻസർ ബാധിച്ച കുഞ്ഞ്, അതുപോലെ തന്നെ കിഡ്നി പേഷ്യന്റുകൾ, അതുമല്ലാത്ത അസുഖം ബാധിച്ചവർ, സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, ക്ലേശങ്ങൾ, ദുരിതങ്ങൾ അനുഭവിക്കുന്നവർ എല്ലാം അറിയുന്ന അള്ളാഹു അവർക്ക് പരിഹാരമുണ്ടാക്കി കൊടുക്കുമാറാകട്ടെ. അവർക്ക് പൂർണ്ണമായ ശമനം നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ചു മരിക്കാൻ സർവശക്തനായ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ. അള്ളാഹുവേ, വിനോദത്തിലും അതുപോലെ തന്നെ കളിയിലും ചിരിയിലുമൊക്കെയായി നമ്മുടെ ഉമ്മത്തിൽപ്പെട്ടവർ, അള്ളാഹുവേ നിന്റെ ദീനിൽപ്പെട്ടവർ നമസ്കാരത്തിന്റെ പ്രാധാന്യമറിയാതെ, ഈ ദീനിന്റെ പ്രാധാന്യവും ഗൗരവവും അറിയാതെ അള്ളാഹുവെ വഴിപടച്ചു പോകുന്നുണ്ടെങ്കിൽ അവർക്ക് നീ നേർവഴി കൊടുത്ത് നിന്റെ ദീനിന്റെ ഗൗരവം അവിടെ ഹൃദയത്തിലെത്തിക്കാൻ അള്ളാഹുവെ ഞങ്ങളിലൂടെ, ദഅവത്ത് നിർവഹിക്കുന്നവരിലൂടെ അള്ളാഹുവെ അതിനുള്ള സാഹചര്യവും സൗഭാഗ്യവും നൽകി അത് ഉൾക്കൊള്ളാൻ അവർക്ക് നല്ല മനസ്സും നൽകി അനുഗ്രഹിക്കണേ അള്ളാഹുവേ. ഞങ്ങളുടെ കുടുംബ ബന്ധുമിത്രാദികളിൽ റബ്ബേ ഇന്നും ഇന്നലെയൊക്കെയായി മരണപ്പെട്ടവർ, അവിടെ കബറിടങ്ങളെ നീ വിശാലമാക്കി കൊടുക്കണേ അള്ളാഹുവേ. നാളെ നിന്റെ കോടതിയിൽ വന്നു നിൽക്കുമ്പോൾ വലതു കൈയിൽ സന്തോഷത്തോടുകൂടി ഗ്രന്ഥം വാങ്ങുന്ന നിന്റെ ഇഷ്ടദാസന്മാരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. മറ്റൊരു കാര്യം കൂടി ഞാൻ പ്രാധാന്യത്തോടു കൂടി പറയും. ഇന്നത്തെ ഒരു കലക്ഷൻ വിട്ടുപോയതാ. എടക്കരക്കപ്പുറമുള്ള മാമാങ്കരയിലെ ഒരു കൊച്ചു പള്ളി, അതിന്റെ ആളുകളിവിടെ ഉണ്ട്. എന്റെ പഞ്ചായത്താണ്. അവിടെ നമുക്ക് കുറേ പ്രവർത്തകന്മാരില്ല, പക്ഷേ കൂലിപ്പണിക്കാരാ. ഇന്നിവിടെ വന്നവരും 3-4-5 പേരെ ഞാൻ കണ്ടു, ഇതൊക്കെ കൂലിപ്പണിക്കാരാ. പക്ഷെ അവിടെ ഒരു പള്ളി ഉണ്ടാവണം ആഗ്രഹിച്ചു. ഒരു കൊച്ചു പള്ളിയുടെ പണി ഏകദേശം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. തൊട്ടപ്പുറത്ത് ഒരു ഒരേക്കറിലധികം സ്ഥലം ചെറിയ പൈസക്ക് കൊടുക്കാനുണ്ടെന്ന് അറിഞ്ഞപ്പോ അതും കൂടി വാങ്ങി പള്ളി, അതിൽ റബ്ബറാണ്, ഖബർസ്ഥാനമാകാം, താൽക്കാലിക പള്ളിക്ക് ചെറിയൊരു വരുമാനവുമാവാം.
അതിൻ്റെയൊക്കെ പൈസ കൊടുത്ത് തീർക്കേണ്ട മാസം ഈ മാസമാണ്. അതുകൊണ്ട് ആ നാട്ടിലെ നമ്മുടെ സാധാരണക്കാരിൽ സാധാരണക്കാരായ പ്രവർത്തകന്മാർ, ഒരു 5000-ഓ 10,000-ഓ എടുത്തു വെക്കാൻ ക്യാഷില്ലാത്ത നമ്മുടെ സാധാരണ പ്രവർത്തകന്മാർ, അവർ നിങ്ങളെ സമീപിച്ചിരിക്കുകയാണ്. ഒരു സാധാരണ പിരിവ് പോലെ കാണാതെ അള്ളാഹുവിന്റെ ഒരു ഭവനം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി അതിന്റെ തൊട്ടു പിറകിലുള്ള സ്ഥലം ഇതിന്റെ ബാക്കി നമ്മുടെ ഖബർസ്ഥാനുമായി മദ്രസക്കൊക്കെയായി ഉപയോഗിക്കാൻ പറ്റുന്ന വിധത്തിൽ പൂർത്തിയാക്കാൻ സഹോദരങ്ങളെ ഒരു ജാരിയായ സ്വതക്കയായിരിക്കും. നിങ്ങൾക്ക് എത്രയാണോ കൊടുക്കാൻ പറ്റുന്നത്, അവർക്കൊരു 19 ലക്ഷം രൂപ 50 ലക്ഷത്തോളം രൂപ വേണം, പെട്ടെന്ന് കൊടുക്കണം, ഇല്ലെങ്കിൽ ആ സ്ഥലം നമുക്ക് നഷ്ടപ്പെടും. അപ്പൊ അതിനു വേണ്ടിയിട്ട് അവരിവിടെ വന്നിട്ടുണ്ട്. സുഹൃത്തുക്കളെ, നിങ്ങളെ കൊണ്ട് പറ്റാവുന്ന ഒരു സംഖ്യ ഒരു ബക്കറ്റ് വെച്ച് പിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇങ്ങനെ ഒരു 10, 20, 50, 100 ഇട്ട് പോവാതെ ഒരു നല്ല സംഭാവന നമ്മുടെ മനസ്സും പോക്കറ്റും ഒക്കെ അറിയുന്ന, ഞാൻ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഊട്ടിയിലേക്ക് പോകുമ്പോൾ ആ വഴിക്കടവെത്തുന്നതിന് മുമ്പ് പഞ്ചായത്ത് അങ്ങാടിയിൽ നിന്നൊന്ന് തെറ്റി ഒന്ന് യാത്ര ചെയ്താൽ റോഡിനരികെ, ടാറിംഗ് റോഡിനരികെ നിങ്ങൾക്ക് ആ പള്ളിയും സ്ഥലമൊക്കെ കാണാൻ പറ്റും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ആ വിഷയത്തിൽ ആത്മാർത്ഥമായി സഹായിക്കണമെന്ന് ഞാൻ പ്രത്യേകമായി ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിന അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.